ഹലോ ഗായ്സ്, ഐ ആം ലിജോ ജോർജ്. ബാത്ത് സീരീസിലെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളിപ്പോൾ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത് ഈ വീഡിയോയ്ക്ക് മുന്നുള്ള വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടിട്ട് വരിക. ഓക്കെ, അപ്പം ആ വീഡിയോയുടെ കണ്ടിന്യൂറ്റിയാണ് ഇനി കാണാൻ പോകുന്നത്. ഓക്കെ, ബൈ ബൈ. റോഡ് കണ്ടു പയ്യെ കുഞ്ചാങ്കോട് പയ്യെ ഇറങ്ങിയാൽ മതി കേട്ടോ. യെസ് കേസ്. അങ്ങനെ കാസിൽ കോമ്പിലുള്ള ഹെറിറ്റേജ് വില്ലേജിൻ്റെ കാഴ്ചകളെല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴത്തേക്ക് എല്ലാവരും കഴിപ്പൊക്കെ തുടങ്ങി. ഇത് രാവിലത്തെ ഞങ്ങളുടെ ആഹാരമായിരുന്നു. എല്ലാവരും അവരെ കൊണ്ട് കഴിയുന്ന പോലെ അവരുടെ വീടുകളിൽ നിന്ന് എന്തൊക്കെയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നു. എല്ലാവരും കൂടെ നല്ല സ്നേഹത്തോടെ ഒത്തൊരുമയോടെ എല്ലാം കഴിച്ചു. നല്ലൊരു അനുഭവമായിരുന്നു. കാരണം ഇങ്ങനെയുള്ള ട്രിപ്പുകളാണല്ലോ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വണ്ടിക്കകത്ത് തിരിച്ച് കയറിപ്പോയി. അങ്ങനെ ഞങ്ങൾ കാസിൽ കോമ്പിൽ നിന്ന് യാത്രയായി ബാത്തിലേക്ക്. ഞങ്ങൾ കൃത്യം ബാത്തിലേക്ക് പ്രവേശിച്ചപ്പോഴത്തേക്കിന് ആ ഗ്രാമീണ ഭാവമൊക്കെ ഒരു മാറ്റം വന്നു. ഏതോ നല്ലൊരു സിറ്റിയിലേക്ക് കയറുന്ന പോലെ ഞങ്ങൾക്ക് തോന്നി. പയ്യെ സത്യം പറഞ്ഞാൽ ലണ്ടനും ലെസ്റ്ററും ഒക്കെ ഓർമ്മപ്പെടുത്തുന്ന പോലുള്ള നല്ല നഗരങ്ങളാണ് ഈ ബാത്തിൻ്റെതും. അപ്പം ഇനിയുള്ള കാഴ്ചകൾ ബാത്തിൻ്റെയാണ്. ഓക്കെ, സോ സ്റ്റേ ട്യൂൺ. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ ബാത്തിലെത്തിയിരിക്കുകയാണ്. എല്ലാവരും ഉറക്കമായിരുന്നു, ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ മാത്രമേ ഉള്ളൂ ഉണർന്നിരുന്നത്, ബാക്കി എല്ലാവരും ഉറക്കമായിരുന്നു. ഈ യാത്രയുടെ ഏറ്റവും വലിയ രസം എന്താണെന്ന് അറിയാമോ? ഡെസ്റ്റിനേഷനെ പറ്റി യാതൊരു ഐഡിയയും ഇല്ലാതെയായിരുന്നു ഞങ്ങൾ ഓരോ യാത്രയും. കാരണം ഞങ്ങൾ ചെന്നെത്തുന്നത് എന്തുവാണ് കാണേണ്ടതെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തത് ആ യാത്രയുടെ ആ പ്രോസസ്സായിരുന്നു. അത് ശരിക്കും ഇത്രയും വലിയൊരു ഗ്രൂപ്പായിട്ട് പോയപ്പോൾ ശരിക്കും യാത്ര എൻജോയ് ചെയ്തു. റാദർ ദാൻ ഡെസ്റ്റിനേഷൻ, സം ടൈംസ് ദ ജേർണി ഈസ് വാട്ട് വി ഹാവ് ടു എൻജോയ്. അതുകൊണ്ട് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റി. നിങ്ങൾക്ക് മനസ്സിലായാലും ഞാനീ പറയുന്നത്. ഇതെല്ലാം പഴക്കമുള്ള ഒരു നിർമ്മിതിയാണെന്നാണ് തോന്നുന്നത്. കാണട്ടെ, നമ്മുടെ ഹൃദയം നിറഞ്ഞു ഒഴുകണം. ഇതിന് വേണ്ടല്ലോ അതാണ് ബാത്ത്. അറിയത്തില്ല, ചിലർ ഇവിടെ വന്നിട്ട് പിടിക്കുന്നില്ല. സ്കോട്ട്ലൻഡിൽ പോയാൽ ആ ത്രില്ല്, ആ ഒരു ഉഷാർ വരും. കാര്യമാണ് മനസ്സിലാക്കി. ശരിയാ. ഇതിനെവിടെയും കണ്ടോ? ഇവിടെ കണ്ടോ ഈ മാലാഖമാരൊക്കെ ഈ പടി കയറുന്നുണ്ടോ? 1, 2 ഇവിടെങ്ങാണ്ടൊരു മാലാഖ മാത്രം വീണിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തും അതുപോലെ തന്നെയാണ്. ഈ ബാക്കി കാണുന്ന പള്ളി കയറുന്നതിന് ഒരാൾക്ക് 6.5-7 പൗണ്ടാണ്. അതുപോലെ തന്നെ ഇതാണ് റോയൽ ബാത്തിൻ്റെ കെട്ടിടം. റോയൽ ബാത്ത്. ഈ റോയൽ ബാത്തിൻ്റെ കെട്ടിടം എന്ന് പറഞ്ഞാൽ പഴയ റോമൻസ് ആൾക്കാരെ അവര് രാജാക്കന്മാരൊക്കെ കുളിക്കാൻ വേണ്ടി ഉപയോഗിച്ച പരിപാടികളൊക്കെയാണ്. അപ്പം അവിടെ കയറി കാണുന്നതിന് എനിക്ക് തോന്നുന്നു ഏകദേശം 27 പൗണ്ടാണ്. ഈ ബാത്ത് പട്ടണത്തിൽ ഒരുപാട് ലൈവ് ഷോകൾ നടക്കുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നല്ല ജീവനുള്ള ഒരു പട്ടണം എന്ന് തന്നെ ഇതിനെ വിളിക്കാം. ഇവിടെ ഒരുപാട് തരത്തിലെ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. ശരിക്കും പണ്ടത്തെ കാലത്ത് റോമർ സാമ്രാജ്യം അവിടെ ഉണ്ടായിരുന്നപ്പോൾ ഇവിടുത്തെ രാജ്യങ്ങളൊക്കെ കുളിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണിത്. ഇവിടുത്തെ വെള്ളം തന്നെ ചൂടാവുന്ന എന്തോ ഒരു ഫിസിക്സ് വഴിയാണ് ഇവിടെ ചെയ്യുന്നത്. എന്തായാലും എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, കുളിമുറി കാണിച്ച് ടൂറിസം വഴി കാശുണ്ടാക്കാൻ ഈ രാജ്യം നല്ല മിടുക്ക് കാണിക്കുന്നില്ലേ? സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടോ? അടിപൊളി സ്ഥലം. ഇപ്പോൾ സമയം ഏകദേശം ഉച്ച കഴിഞ്ഞു. ലഞ്ച് കഴിക്കാൻ സ്ഥലം തപ്പിയപ്പോഴാണ് ഇങ്ങനെ സ്ഥലം കണ്ടുപിടിച്ചത്. ശരിക്കും എല്ലാവരും നേരത്തെ ഇറങ്ങിപ്പോയത്, ഞാൻ മാത്രമായിരുന്നു തന്നെ പെട്ടുപോയത്. ലോകത്തിന്റെ ഭാര്യ പൊറോട്ട നോക്കിയപ്പോഴല്ലേ ഉപ്പ് ഊണായി. ഞങ്ങൾ മുന്നോട്ട്, ലക്ഷ്യം മാത്രം മുന്നോട്ട്. മോശമായി എത്ര എടുത്തു? 2 കൊണ്ടം കണ്ടു.
അതുകൊണ്ട് രമ്യ ആ മരം പിഴുത് താഴെ ശ്രമിക്കുന്നുണ്ട്. രമ്യേ മരം പിഴുത് കളയല്ലേ കേട്ടോ പ്ലീസ്. അത് കഷ്ടപ്പെട്ട് വളർത്തേക്കുന്ന മരമാണ്. കിടക്കാച്ചി പോവുണ്ടോ? അങ്ങനെ പ്രിൻസ് ചായൻ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഫുഡ് വിളമ്പാനും മറ്റുള്ള കലാപരിപാടികളൊക്കെ തുടങ്ങി. ഞങ്ങൾ കുറേ പേര് പയ്യെ ആഹാരമൊക്കെ കഴിക്കുവാനൊക്കെ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രകൃതി ഇങ്ങനെ ആസ്വദിച്ചിരുന്ന് ഫുഡ് കഴിച്ചത് തന്നെ ഒരു നല്ലൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. നല്ല സൂപ്പർ ക്ലൈമറ്റ് ആയിരുന്നു. മഴയൊന്നും ഞങ്ങൾക്ക് ഇന്ന് പെയ്തില്ല. എല്ലാവരും കഴിക്കുകയാണ് ഗൈസ്, എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇവിടെ ഒരു നമ്മുടെ ഭാഗത്ത് തന്നെ ഉള്ള ഒരു നല്ല മനോഹരമായിട്ടുള്ള ഒരു പാർക്കാണ്. ഇത് ആക്ച്വലി ഇതൊരു പ്രൈവറ്റ് പാർക്കാണ്, പെയ്ഡ് പാർക്കാണ്. 2 പൗണ്ട് അറൗണ്ടാണ് ഇതിൻ്റെ എൻട്രി ചാർജ്. നല്ല പാർക്കാണ്. ടയർഡായി, വീട്ടിൽ തിരിച്ചു പോകായിരിക്കും. അങ്ങനെ ടൂറിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് കടന്നു. സന്തോഷവും ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ഞങ്ങൾ അവസാന നിമിഷം ശരിക്കും എൻജോയ് ചെയ്തു. ഇടയ്ക്ക് പോയി കാപ്പിയൊക്കെ കുടിച്ചു. പിന്നെ അവിടുന്ന് അങ്ങോട്ടൊരു യാത്രയായിരുന്നു തിരിച്ച് ഞങ്ങളുടെ മിൽട്ടൺ കെയ്ൻസിലേക്ക്. യാത്രകൾ എപ്പോഴും ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. നമ്മളുടെ ജോലിയുടെ ബുദ്ധിമുട്ടുകളും ഭാരത്തിനൊക്കെ ഇടയിൽ എല്ലാവരും കൂടെ ഒരു കൂട്ടായ്മയൊക്കെ കൂടി ഇങ്ങനൊരു യാത്രയൊക്കെ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു 3-4 ദിവസത്തെ ഒരു പ്രതീകമാണ് ഒരൊറ്റ ദിവസമാണ് ഉണ്ടാകുന്നത്. സോ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സോ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.